നമസ്കാരം. ചെറുപുഴ മീൻതുള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ തിരുവനന്തപുരം സ്വദേശിയും നീന്തൽ പരിശീലകനുമായ രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൗകര്യമില്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർ കെ.പി. പോളിനെ സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ ജില്ലാ കളക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയും രാജേഷിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കുന്നതിനായി തഹസിൽദാർ 25,000 രൂപ ആവശ്യപ്പെട്ടതായി ചെറുപുഴ റിവർ റാഫ്റ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് അനൂപ് വി.എ. ആരോപിച്ചിരുന്നു. ആംബുലൻസ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പണമായി നൽകാൻ തഹസിൽദാർ ആവശ്യപ്പെട്ടെന്നും ഒടുവിൽ ചെറുപുഴ പഞ്ചായത്ത് അംഗത്തിന് 10,000 രൂപ നൽകിയെന്നും അനൂപ് പറഞ്ഞു. ഈ തുക പഞ്ചായത്ത് മെമ്പർ പിന്നീട് തിരികെ വാങ്ങിയ കാര്യം വാർഡ് മെമ്പർ അനീഷ് ആന്റണിയും സ്ഥിരീകരിച്ചു. അതേസമയം ആംബുലൻസ് പണത്തിനായി ആദ്യഘട്ടത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹായം തേടിയിരുന്നുവെന്നും ആ സമയത്താണ് റാഫ്റ്റിംഗ് ടീമിനോടും ചോദിച്ചതെന്നാണ് ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. അനൂപിന്റെ വാട്ടർ റെപ്പലിംഗ് ആക്ടിവിറ്റീസ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് രാജേഷ് ചെറുപുഴയിലെത്തിയത്. സംഭവത്തിൽ ഉയർന്ന കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് റവന്യൂ വകുപ്പിന്റെ ദ്രുത നടപടി. മറ്റൊരു ജീവനായി സ്വന്തം ജീവിതം തൃണവൽക്കരിച്ച രക്തസാക്ഷിയോട് റവന്യൂ, ആരോഗ്യ വകുപ്പുകളും പ്രാദേശിക ജനപ്രതിനിധികളും കാണിച്ച അനാദരവ് കേവലം നിരുത്തരവാദിത്തമല്ല, മറിച്ച് മനുഷ്യത്വത്തോടുള്ള വെല്ലുവിളിയാണ്. ദുരന്തത്തിൽപ്പെട്ടയാളെ കണ്ടെത്താൻ സകല സജ്ജീകരണങ്ങളും ഏകോപിപ്പിക്കേണ്ട സമയം തഹസിൽദാർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ആഘോഷിക്കുകയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നിരുന്നു. മതിയായ ഉപകരണങ്ങളോ പരിശീലനം ലഭിച്ച സംഘങ്ങളെയോ തിരച്ചിലിനായി ഇറക്കാതിരുന്ന അധികൃതർ ദിവസങ്ങൾക്ക് ശേഷം ജീർണിച്ച അവസ്ഥയിൽ മൃതദേഹം കിട്ടിയപ്പോഴും അല്പം പോലും മര്യാദ കാണിച്ചില്ല. 500-ലധികം കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരത്തേക്ക് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കൊണ്ടുപോകാൻ ഫ്രീസർ സംവിധാനമില്ലാത്ത സാധാരണ ആംബുലൻസാണ് ഏർപ്പാടാക്കിയത്. ഇത്രയും വലിയ ദൂരത്തേക്ക് അഴുകിയ ഭൗതിക ശരീരം ഫ്രീസർ ഇല്ലാതെ അയച്ചത് റവന്യൂ, ആരോഗ്യ വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്തമായ അപരാധമാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വെറും ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. മെഡിക്കൽ കോളേജിന് സ്വന്തമായി മൊബൈൽ മോർച്ചറി ആംബുലൻസ് സംവിധാനമില്ലെന്ന് വ്യക്തമായിട്ടും പുറത്തുനിന്ന് ആ സൗകര്യമുള്ള ആംബുലൻസ് വിട്ടു നൽകാൻ റവന്യൂ അധികൃതർ തയ്യാറായില്ല. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും സ്വന്തം അധികാരം ഉപയോഗിച്ചും സ്വകാര്യ ഫ്രീസർ ആംബുലൻസ് ഏർപ്പെടുത്താൻ തഹസിൽദാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നിട്ടും അത്തരം നിലപാട് നിഷേധിക്കുകയാണ് ഇയാൾ ചെയ്തത്. അഴുകിയ അവസ്ഥയിലുള്ള മൃതദേഹം ഫ്രീസർ ഇല്ലാതെ എങ്ങനെ എടുക്കുമെന്ന് ബന്ധുക്കൾ കണ്ണീരോടെ പരാതിപ്പെട്ടിട്ടും പ്രദേശത്തെ വി. കുഞ്ഞികൃഷ്ണൻ എം.എൽ.എ. ഇടപെടാൻ കൂട്ടാക്കിയില്ല. ഇതെല്ലാം കളക്ടറുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് കൈകഴുകാനാണ് എം.എൽ.എ. ശ്രമിച്ചത്. ദുരന്ത വിവരം അറിഞ്ഞ് ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വാർഡംഗം കെ. മഹേഷും രാജേഷിന്റെ സുഹൃത്തുക്കളും പുളിങ്ങോത്ത് എത്തുമ്പോഴും സംഭവ സ്ഥലത്ത് ഭരണ സംവിധാനങ്ങളുടെ ഒരു സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല. ജനപ്രതിനിധിയോ തഹസിൽദാരോ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, തിരച്ചിൽ ഏകോപിപ്പിക്കാൻ ഒരു ആലോചനാ യോഗം പോലും വിളിച്ചുകൂട്ടിയില്ല. പോലീസും അഗ്നിരക്ഷാസേനയും നടത്തിയ നാമമാത്രമായ പരിശോധനയല്ലാതെ അപകടം പിടിച്ച വെള്ളത്തിൽ ജീവൻ പണയം വെച്ച് തിരച്ചിലിനിറങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നെത്തിയ സുഹൃത്തുക്കളും നാട്ടുകാരും മാത്രമായിരുന്നു. ഇത്രയും ഗുരുതരമായ ദുരന്തമുണ്ടായിട്ട് 2 ദിവസം കഴിഞ്ഞാണ് താൻ വിവരമറിഞ്ഞതെന്ന ജനപ്രതിനിധിയുടെ വാക്കുകൾ വിവരശേഖരണത്തിലെ വലിയ അനാസ്ഥ വ്യക്തമാക്കുന്നു. സംഭവം വലിയ വിവാദമാവുകയും അനാസ്ഥയുടെ ആഴം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തതോടെ മൃതദേഹം ഫ്രീസർ ഇല്ലാതെ കൊണ്ടുപോയതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ പി. വിഷ്ണുരാജ് ഒടുവിൽ സമ്മതിച്ചു. ഫ്രീസർ ആംബുലൻസ് സൗകര്യം ഒരുക്കുന്നതിന് പണം തടസ്സമായിരുന്നില്ലെന്നും സുസജ്ജമായ സംവിധാനങ്ങൾ ഒരുക്കാൻ കനത്ത നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് കളക്ടറുടെ ന്യായീകരണം. ഇത്രയും വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇത് നടപ്പിലാക്കിയില്ല എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ADM-നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പയ്യന്നൂർ തഹസിൽദാരിൽ നിന്ന് ADM വിശദീകരണം തേടി. റിപ്പോർട്ട് കിട്ടിയാലുടൻ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ദാക്ഷിണ്യമില്ലാതെ നടപടിയെടുക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയിരുന്നു.